ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ടുഡേ ഞാൻ ഉണ്ടാക്കിയ ഡോൾ ഹൗസാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് ഉണ്ടാക്കിയതാണ്. മുമ്പ് ഞാൻ 5th എന്തോ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയന് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കണതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ എൻ്റെ അനിയൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇത് നീന, പിന്നെ ഇത് അപ്പു, ഇത് മീന, അവരുടെ രണ്ടുപേരുടെയും അമ്മ. ഇവർ രണ്ടൊരു മക്കൾ, ഇതമ്മ. അപ്പോൾ ഇതാണ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ബുക്ക് ഉണ്ടോ, ഈ ബുക്ക് ഇത് അവൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ടീച്ചറായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ഗേൾ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നീനയാണ് ഇന്ന് നമ്മൾക്ക് അവളുടെ വീടൊക്കെ കാണിച്ചു തരാൻ പോണത് കേട്ടോ. ഒരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ വഴി അകത്തേക്ക് കയറാം. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ ഒരു ലിവിങ് റൂമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ലിവിങ് റൂമിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലോക്ക്, പിന്നെ കുറച്ച് ബൾബുകൾ, പിന്നെ ഇത് മറ്റേ ഷെൽഫാണ് കേട്ടോ. മനസ്സിലാവുണ്ടാവുമല്ലേ. ഇത് സോഫ, പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ സാധനങ്ങളൊക്കെ. ഇത് മാറ്റാണ് കേട്ടോ. അത് പെട്ടെന്ന് മനസ്സിലാവില്ല ചിലപ്പോൾ. അടുത്തത് ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമിൽ സാധാരണ ബാത്റൂമിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഒരു മറ്റേ ഷാമ്പൂ, ടവല് അതുപോലത്തെയൊക്കെ വെക്കണ ഒരു ഷെൽഫ് പോലത്തെ ഇതാണ്. പിന്നെ ഇവിടെ ഷവർ, പിന്നെ ഒരു ടവലുണ്ട്, പിന്നെ ഒരു ബാത്ത് ടബ് ഉണ്ട് കേട്ടോ. ബാത്ത് ടബിൽ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇവരെ കയറ്റിയിട്ട് ഇങ്ങനെ വയ്ക്കാം, എനിക്ക് കളിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഷാമ്പൂ, സോപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ നീനയുടെ റൂമാണ് കേട്ടോ. നീനയുടെ റൂമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് അവരുടെ. ഇത് നീന, ഇത് അവളുടെ അച്ഛൻ, പിന്നെ അമ്മ, അപ്പു. ഇവർ ഇത്രയും പേരുണ്ട്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നീനയുടെ ബെഡാണ്, പില്ലോ ഉണ്ട്, പിന്നെ ഒരു ഡോളുണ്ട് കേട്ടോ. ഇത് നീനയുടെ ഡോളാണ്. ഈ ഡോളിനെ ഞാൻ അനിയൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്താൻ പാടില്ല, അനിയൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. പിന്നെ ഇത് ലാപ്ടോപ്പ്, ഇതൊക്കെ ഞാൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ചെയ്തേക്കണതാണ്. പിന്നെ ഒരു ഷെൽഫുണ്ട്, ഒരു അലമാരയുണ്ട്. അതിൽ ഓരോ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നീന ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഏകദേശം സെയിം ഡ്രസ്സാണ്. പിന്നെ അപ്പൂനുണ്ടായിരുന്നു ഒരു ഡ്രസ്സ്, അത് എൻ്റെ അനിയൻ തന്നെ അത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നീനയുടെ റൂം. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് കിച്ചണാണ് കേട്ടോ. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. 2 ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അത് ഇത് കണ്ടോ, അത് കീറി വെച്ചിരിക്കണം എൻ്റെ അനിയനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവൻ്റെ കൈ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഷെൽഫ് പോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. പിന്നെ ഇത് ഓവനാണ്. പിന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പിക്ചർ, ഒരു പടമൊക്കെ ഉണ്ട്. പിന്നെ ഇതും ഒരു ഷെൽഫാണ് കേട്ടോ. ഇതിനകത്തൊന്നും ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വരച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് പ്ലേറ്റ്സും പിന്നെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള കിച്ചണിൽ. ഈ വീട്ടിൽ ഒന്നും ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പുതിയ വീടാണ്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഉണ്ടാക്കണം കേട്ടോ. അതാ എനിക്ക് മടിയായി ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒട്ടിച്ച് വെക്കാനൊക്കെ. അപ്പോൾ അടുത്ത റൂം അപ്പൂൻ്റെയും അമ്മയുടെ. ഇവിടെ നമുക്കൊരു ക്യാറ്റ് ഉണ്ട്, കിറ്റി എന്നാണ് പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബെഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇതൊക്കെ തന്നെയുള്ളൂ. ഷെൽഫൊക്കെ നമ്മുടെ നീനയുടെ റൂമിലുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും വെച്ചില്ല. അപ്പോൾ കിറ്റിക്ക് ഇവിടെ ബെഡ്, പിന്നെ അമ്മക്കും അപ്പൂനുമായിട്ടൊരു ബെഡ്, അങ്ങനെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ 2 പില്ലോസ് ഉണ്ട് ഇവിടെ രണ്ടുപേർക്കും കൂടി. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എന്താണ്ടൊക്കെ കാണിച്ചു വെച്ചൊരു ഡിസൈനാണ് കേട്ടോ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സത്യത്തിൽ. പിന്നെ എല്ലാവരും ഫ്രണ്ടിൽ അസംബിളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ഛൻ ഗൾഫിലാണ് കേട്ടോ ഗൈസ്. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛനെ കിട്ടിയില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അച്ഛനെ വെച്ചിട്ടില്ല. അപ്പോൾ ഇവർ 4 പേരാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.